12 മണിയോടെയാണ് 4-ാം നിലയിലെ ഫുഡ് കോർട്ടിൽ നിന്ന് പുക ഉയർന്നത്. പുക പടർന്നതോടെ മാളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. മൾട്ടിപ്ലക്സുകളിൽ സിനിമകൾ നിർത്തി പ്രേക്ഷകരെ പുറത്തിറക്കി. 20 മിനിറ്റിനുള്ളിൽ മുഴുവൻ ആളുകളെയും പുറത്തിറക്കാനായി. നല്ല തിക്ക് ഫ്യൂംസ്, ഡാർക്ക് ഫ്യൂംസ് അതിൻ്റെ മുകളിൽ കൂടെ പുറത്തോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചിട്ട് ആർക്കും ഒരു പിടിയും കിട്ടിയിരുന്നില്ല. മാളിലെ തീയണപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചെങ്കിലും പുക പടർന്നതോടെ തീയണയ്ക്കുന്നത് ദുഷ്കരമായി. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയെങ്കിലും പുക പരന്നത് ഉള്ളിൽ കയറാൻ തടസ്സമായി. തുടർന്ന് ഒരു തരത്തിൽ 4-ാം നിലയിൽ കടന്ന ഫയർഫോഴ്സ് സംഘം ചുറ്റിലുമുള്ള ചില്ലുകൾ തകർത്ത് പുക പുറത്തേക്ക് വിടുകയായിരുന്നു. അകത്തെ സ്പ്രിംഗ്ലേഴ്സ് അതായത് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റ് യാതൊരു ആശങ്കയ്ക്കും ഇവിടെ വകയില്ല. അടുക്കളയുടെ പുകക്കുഴൽ ഭാഗത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിശദമായ പരിശോധനകൾ നടന്നുവരുന്നതേയുള്ളൂ. അതേസമയം മാളിൽ നിന്ന് പുറത്തിറങ്ങിയവരും വിവരമറിഞ്ഞെത്തിയവരും റോഡിൽ നിറഞ്ഞതോടെ കുറച്ചുനേരം ഗതാഗതം കുരുങ്ങി. ഏറെ നേരം നഗരം ആശങ്കയുടെ മുൾമുനയിലായെങ്കിലും തിക്കിലും തിരക്കിലും ആർക്കും പോറൽ പോലും ഏറ്റില്ലെന്നത് ആശ്വാസമായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.